ഗസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ചും പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കോഴിക്കോട് LDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും റാലികൾ. LDF നേതൃത്വം നൽകിയ റാലി പലസ്തീൻ അംബാസഡർ മുഖ്യാതിഥിയെ പങ്കെടുത്തു. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കേരളത്തിലും സമാനമായ ഐക്യദാർഢ്യ പരിപാടികൾ നടക്കുകയാണ്. ലീഗ് ഒപ്പം LDF നേതൃത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണോ ലീഗും വന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? 8 മണിക്കൂറുകളുടെ ഇടവേളയിലാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത 2 പ്രതിഷേധ പ്രകടനങ്ങൾ കോഴിക്കോട് നടന്നിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് ഗാസ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലി നടന്നത്. അതിൽ നിരവധി യുവാക്കളും ലീഗ് പ്രവർത്തകരടക്കം പങ്കെടുത്തു. ഗാസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന കുട്ടികളുടേതടക്കമുള്ള പ്രതീകാത്മക രൂപങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തടവിലാക്കിയും മറ്റുമൊക്കെയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം മാവൂർ റോഡിന് സമീപത്തു നിന്നും ആരംഭിച്ച് ബീച്ചിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. നിരവധി ആളുകൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പിന്നീടാണ് LDF-ന്റെ നേതൃത്വത്തിലുള്ള പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സദസ്സിൽ പാലസ്തീൻ അംബാസഡർ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉള്ള പാലസ്തീൻ അംബാസഡർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. AK സെന്ററിലെത്തി CPM നേതാക്കൾ അടക്കമുള്ളവരെയും കണ്ടു. ഇതിനുശേഷമാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ഏക പൊതുപരിപാടി കോഴിക്കോട് നടക്കുന്നത്. കേരളത്തിൽ നിന്നും ഈ പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് ലഭിക്കുന്ന ഐക്യദാർഢ്യത്തിന് അങ്ങേയറ്റം പാലസ്തീൻ ജനത കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെയുള്ള കാലം മുതൽ തന്നെ എക്കാലവും പാലസ്തീനോട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ച കേരളത്തിൽ നിന്നും ലഭിക്കുന്ന ഈ പ്രതികരണങ്ങളിൽ തികഞ്ഞ നന്ദിയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേൽ കടന്നാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന മൗനമാണ് ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയുടേതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത്. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന രാജ്യമായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇസ്രായേലിന് ഇന്ത്യ നൽകുന്ന പിന്തുണ അത് രാജ്യത്തിന് അപമാനകരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹമാസിനെതിരെ എന്ന് പറഞ്ഞ യുദ്ധം ആരംഭിച്ചവർ പിന്നീട് ഇറാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിയുന്നു. അമേരിക്കയും ഇസ്രായേലും യുദ്ധ കുറ്റവാളികളാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും മുൻപ് പലപ്പോഴും നടത്തിയ ന്യൂനപക്ഷ വിഷയങ്ങളിന്മേലുള്ള യോഗങ്ങൾ മാതിരിയല്ല ഇത്തവണ LDF പ്രവർത്തകരും മാത്രം പങ്കെടുക്കുന്ന ഈ മുസ്ലിം സമുദായ നേതാക്കൾ അടക്കമുള്ളവരെ ക്ഷണിക്കാത്ത ഒരു സംഘമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഇടതുമുന്നണി സംഘടിപ്പിക്കുന്നതും ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും അവിടെ നടക്കുകയാണ്. കോഴിക്കോട് നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത്.